ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഗസ്റ്റ് 30. വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടനാടിന്റെ ഓളപ്പരപ്പുകളിൽ ചുണ്ടൻ വള്ളങ്ങൾ പ്രൗഢി ഉണർത്തി കുതിച്ചു പായുമ്പോൾ, കായലോളങ്ങളിൽ തെളിനീർ തുടിച്ച് പാൽനിറമാകുമ്പോൾ, ഒരു കായിക വിനോദം എന്നതിലുപരി കേരളത്തിന്റെ തനതായ സംസ്കാരവും ചരിത്രവും ആചാരവും കലർന്ന ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു നമ്മുടെ സ്വന്തം വള്ളം കളി. വില്ലുപോലെ വളഞ്ഞ മുന, ഉയർന്ന പുറം, ഒരു പുഴയുടെ തന്നെ ഭംഗിയെ ഇരട്ടിയാക്കുന്ന രൂപം, ഇതാണ് ചുണ്ടൻ വള്ളങ്ങളെ മറ്റു വള്ളങ്ങളിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത്. മരവഞ്ചി നിർമ്മാണത്തെക്കുറിച്ചുള്ള പുരാതന ഗ്രന്ഥമായ സ്ഥപത്യവേദത്തിലെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി നിർമ്മിച്ച ചുണ്ടൻ വള്ളം പുരാതന കേരളത്തിന്റെ നാവിക വാസ്തുവിദ്യയിലെ വൈദഗ്ധ്യത്തിന്റെ മികച്ച ഉദാഹരണമാണ്. ഒരു സാധാരണ ചുണ്ടൻ വള്ളത്തിന് 138 അടി നീളമുണ്ട്. 100-ലധികം തുഴക്കാർക്കും ഇത് സൗകര്യപ്രദമാണ്. കേരളത്തിൽ പണ്ട് നാവിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന വള്ളമാണ് ചുണ്ടൻ വള്ളം. വള്ളത്തിന്റെ മുൻവശത്തിന് ഒരു കൊക്കിന്റെ ആകൃതിയോട് സാമ്യമുള്ളതിനാൽ നാട്ടുകാർ ഇതിന് ചുണ്ടൻ വള്ളം എന്ന് വിളിപ്പേര് നൽകി. ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണന്റെ കാലത്ത് രൂപകൽപ്പന ചെയ്ത ഈ ഗംഭീരമായ വള്ളങ്ങളുടെ ചാരുത ലോകമെമ്പാടും പ്രസിദ്ധമാണ്. ഈ പാരമ്പര്യത്തിൽ നിന്നാണ് ആലപ്പുഴയുടെ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളം കളി പിറന്നത്. 1952 ജവഹർലാൽ നെഹ്റു പുന്നമടക്കായൽ സന്ദർശിച്ചതിനു ശേഷം ഒരു പ്രാദേശിക വള്ളം കളി മത്സരത്തിൽ ആകൃഷ്ടനായി. ആ അവസരത്തിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം ഒരു വെള്ളി ട്രോഫി സമ്മാനിച്ചു. അതിനുശേഷം എല്ലാ വർഷവും ആലപ്പുഴയിലെ പുന്നമട തടാകത്തിൽ നെഹ്റു ട്രോഫി വള്ളം കളി അരങ്ങേറുന്നു. കേരളത്തിന്റെ തനതായ ഒരു കായിക ഉത്സവമാമാങ്കം. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളം കളി ഇന്ന് ആലപ്പുഴയിലെ പുന്നമട തടാകത്തിൽ നടക്കും. ആകെ 75 വള്ളങ്ങളാണ് പങ്കെടുക്കുക. ഇതിൽ പ്രധാന മത്സരത്തിൽ 21 ചുണ്ടൻ വള്ളങ്ങൾ ആധിപത്യത്തിനായി പോരാടും. പല്ലത്തുരുത്തി, കുമരകം ടൗൺ, നിരണം ബോട്ട് ക്ലബ് തുടങ്ങി പ്രശസ്ത ടീമുകൾ പങ്കെടുക്കും. വിജയികളെ കണ്ടെത്തുന്നതിൽ കൂടുതൽ കൃത്യത ഉറപ്പാക്കുന്നതിനായി സംഘാടകർ ഒരു യന്ത്രവൽകൃത സ്റ്റാർട്ട് ആൻഡ് ഫിനിഷിംഗ് സിസ്റ്റം അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ വർഷത്തിനുണ്ട്. മില്ലി സെക്കൻഡ് വ്യത്യാസങ്ങൾ പകർത്താൻ കഴിവുള്ള ടൈം ലാപ്സ് റെക്കോർഡിംഗ് സജ്ജീകരണവും ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറുവള്ളം കളികൾ രാവിലെ 11 മണിക്ക് ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും സിംബാബ്വേയിൽ നിന്നുള്ള വിശിഷ്ട അതിഥികളും പരിപാടിയിൽ പങ്കെടുക്കും.